ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ക്ലാസ്സിലേക്ക് വെൽക്കം. പിന്നെന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഫോർത്ത് ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫ്രഷ് ആയിട്ട് പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്? പോളിനോമിയൽസ്. പോളിനോമിയൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞായിരുന്നു ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. ഓർമ്മയുണ്ടാവും. ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2, റൈറ്റ്? അതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പോളിനോമിയൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എന്താണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വരുന്നത്? ax² + bx + c. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. പ്രൊവൈഡഡ് a ≠ 0 and a, b, c are all real numbers, right? ഇതാണ് നമ്മുടെ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ എങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കും? വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? x + y = 1. ഇങ്ങനെ ഞാൻ എഴുതുകയാണെങ്കിൽ അതൊരു ഇക്വേഷൻ ആണ്. കാരണം എന്താ? അതിൽ ഈക്വൽ ടു സൈൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഞാൻ എങ്ങനെ ഇക്വേഷൻ ആക്കും? വളരെ സിമ്പിൾ ആണ്. ax² + bx + c = 0 where a ≠ 0, റൈറ്റ്? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയത് ഇംഗ്ലീഷിലാണെങ്കിൽ. ഇതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് വേർഡ്സിൽ പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക്? any equation of the form p of x = 0 where p of x is a polynomial, right? Is polynomial of degree 2. Nomial of degree 2, right? ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ഡെഫിനിഷനും കിട്ടി. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയലിന്റെ കാര്യം പറഞ്ഞു. പോളിനോമിയൽസിന്റെ കാര്യം നല്ല വ്യക്തമായിട്ട് നമ്മൾ ഓർക്കണം. എന്താണ് പോളിനോമിയൽസ്? an algebraic expression with a coefficient, a variable and a non-negative integer exponent, right? അതെല്ലാമാണ് നമ്മുടെ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആവുമ്പോൾ അതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി. വളരെ സിമ്പിൾ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റി പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ആർക്കും ഇല്ല. അപ്പൊ എല്ലാവർക്കും വ്യക്തമാണ് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ എഴുതിയിരിക്കുന്നതില്ലേ, ax² + bx + c = 0, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്ര കാര്യത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യനിലേക്കും കൂടെ നോക്കാം, റൈറ്റ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസ് എന്താണ്? ഇമ്പോർട്ടന്റ് ഡേറ്റാസ് മാത്രം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. ഇതിനകത്ത് എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട്? ജോൺ ജാൻഡി രണ്ടുപേരുടെ കയ്യിലുള്ള ടുഗദർ 45 മാർബിൾസ് ഉണ്ട്. ടുഗദർ 45, റൈറ്റ്? 45 മാർബിൾസ് ആണ്. ഞാനത് ജസ്റ്റ് എം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം മാർബിൾസിന്. ഓക്കെ, 45 മാർബിൾസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ കണ്ടുപിടിക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ. അതായത് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് മാത്തമാറ്റിക്കലി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു പ്രാക്ടിക്കലിറ്റി കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു മാത്തമാറ്റിക്കലി ഒരു പ്രോബ്ലത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇപ്പൊ ജോണിന്റെ കയ്യിലും ജാൻവിയുടെ കയ്യിലും രണ്ടുപേരുടെ കയ്യിലും കൂടെ ചേർന്നിട്ടാണ് 45 മാർക്കുകളുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള മാർബിൾസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രൊഡക്റ്റ് = 124. നമ്മുടെ കയ്യിൽ 2 ഡേറ്റ് ഉണ്ട്, ധാരാളമാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എനിക്ക് വേണ്ടത് ജോണിന് ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. ജോണിന്റെ കയ്യിലുള്ള ഒരു നമ്പർ എത്രയാണ്? എത്ര മാർബിൾ ഉണ്ട്, അതിലൊരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എക്സ് എടുക്കുന്നു. എനിക്ക് എക്സിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജോണിന്റെ കയ്യിലുള്ള നമ്പറിനെ എന്താണ്, മാർബിൾസിനെ എന്ത് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാൻവിയുടെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ടാവും? ജസ്റ്റ് എത്ര ഉണ്ടാവും? ജാൻവിയുടെ കയ്യിലുള്ള മാർബിൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എത്ര ഉണ്ടാവും? 45 - x. കാരണം എന്താ? ടോട്ടൽ ഉള്ളത് 45 മാർബിൾസ് ആണ്. അപ്പൊ ജോണിന്റെ കയ്യിൽ x ആണെന്നുണ്ടെങ്കിൽ ജാൻവിയുടെ കയ്യിൽ 45 - x. വളരെ സിമ്പിൾ. ഇനി ഒരു കാര്യമുണ്ട്. രണ്ടുപേരും 5 മാർബിൾ വീതം കളഞ്ഞുപോയി. they lost 5 marbles each. രണ്ടുപേരുടെ കയ്യിൽ നിന്ന് 5 മാർബിൾ കളഞ്ഞുപോയി. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ എന്താ വരുന്നത്? ആഫ്റ്റർ ലൂസിംഗ് 5, റൈറ്റ്? ആഫ്റ്റർ ലൂസിംഗ് 5 എന്താവും? ജോണിന്റെ മാർബിൾസ് എത്രയാവും? x - 5, റൈറ്റ്? 5 എണ്ണം കളഞ്ഞുപോയി. ജാൻവിയുടെ കേസിൽ വരുമ്പോൾ എത്രയാവും? 45 - x - 5. വളരെ സിമ്പിൾ, റൈറ്റ്?
അക്കാര്യത്തിൽ ആർക്കും യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡേറ്റ ഇവിടെ നോക്കി, അവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള മാർബിൾസ് ആഫ്റ്റർ ലൂസിങ് അവരുടെ പ്രൊഡക്റ്റ് എത്രയാണ്? 124. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താ? ഇത് രണ്ട് സെയിം അല്ലേ? അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് 124 ആണ്. ഇതിനെ രണ്ടിനെ ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടണം? 124 കിട്ടണം. അങ്ങനെയാണ് ഞാൻ ഇതിനെ പ്രൊഡക്റ്റ് എടുക്കാൻ പോകണം. x - 5 × 45 - x - 5. അതിന് മുന്നേ ഈ സംഭവത്തിന് ഞാൻ ഇങ്ങനെ എഴുതട്ടെ, 40 - x ആണ്. വേറെ ഒന്നുമില്ല, 45 എന്നൊരു 5 കുറച്ചു, ഇവിടെ കിടക്കുന്ന 5 സിംപ്ലിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. 40 - x. ഇനി ഇതിന്റെ രണ്ടിനെയും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എന്ത് കിട്ടും നമുക്ക്? x ഉം 40 ഉം ഉണ്ട്, 40x. പിന്നെന്തുവാ? x - x എത്രയാണ്? x × - x, അതായത് -x². പിന്നെന്തുവാ? -5 × 40, -5 × 40 -200, റൈറ്റ്? -200. പിന്നെന്തുവാ നമുക്ക്? വേറെന്തുവാണുള്ളത്? -5 × x -5x ഉണ്ട്, സോറി, -5 × -x, അതെത്ര വരും? +5x കിട്ടും നമുക്ക്, റൈറ്റ്? ഈസ് ഈക്വൽ ടു എത്രയാണ്? അവിടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് 124 ഈസ് ഈക്വൽ ടു 124. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ മാത്സ് അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ എന്താണ്? ഒരു ബുദ്ധിമുട്ടുമില്ല. 40x ഉണ്ട്, 5x ഉണ്ട്, അതിനെ രണ്ടിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. 45x ഇതൊക്കെയാ -x², വേറെ x² ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെന്താണ്? ഒരു -200 ഉണ്ട്, ഈസ് ഈക്വൽ ടു 124. ഈ 124നെയും ഈ 200നെയും കൂടെ എനിക്കൊന്ന് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല, മൈനസ് ചെയ്യാനല്ല, ആഡ് ചെയ്യാം. ഇപ്പുറത്തെ കൊണ്ട് വരുമ്പോഴത്തേക്ക് അപ്പൊ എന്താ? 45x - x² -200 -124 ഈസ് ഈക്വൽ ടു 0, റൈറ്റ്? ഇതിനെ രണ്ടിനെയും കൂടെ മൈനസ് ചെയ്യാം. -200 -124 -324, റൈറ്റ്? 45x - x² -324 ഈസ് ഈക്വൽ ടു 0. ഇതെന്തുവാണ്? ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ? നമ്മൾ പോളിനോമിയൽ പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽ എഴുതുമ്പോൾ എന്താ? ഹൈയസ്റ്റ് ഡിഗ്രി ഉള്ളതിനെ നമ്മളെടുത്ത് ഫ്രണ്ടിൽ എഴുതും, ഫസ്റ്റ് എഴുതും. അങ്ങനെ ഞാൻ എഴുതുകയാണ്. -x² + 45x -324 ഈസ് ഈക്വൽ ടു 0, റൈറ്റ്? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം എന്തുവാ? ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. നേരത്തെ പറഞ്ഞായിരുന്നു ക്വാഡ്രാറ്റിക് സ്റ്റാൻഡേർഡ് ഫോം, ax² + bx + c. അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതിന് ഞാൻ ചെറിയ ചേഞ്ച് വരുത്തുക. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, എനിക്ക് ഫസ്റ്റ് ടൈമിൽ മൈനസ് ഇല്ല, വേണ്ട. കാരണം എന്തുകൊണ്ടാണ്? എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആണ്. അതിന്റെ കൂടെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മൈനസിനെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്നു, റൈറ്റ്? അപ്പൊ ഇതിന് ഫ്രണ്ടിൽ നിന്ന് നെഗറ്റീവ് ഉള്ള ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫുൾ ഇക്വേഷനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി എനിക്ക്? x² - 45x + 324 ഈസ് ഈക്വൽ ടു 0. ഇത് ഇനി ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. എന്താണ്? ax² + bx + c. ഇവിടത്തെ a എന്താ? 1, ഇവിടത്തെ b എന്താ? -45, ഇവിടത്തെ c എന്താ? 324. കിട്ടി. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം കിട്ടിയായിരുന്നു, വളരെ കുറച്ച് ഡേറ്റ ഉണ്ടായിരുന്നു. ആ ഡേറ്റയെ വെച്ചിട്ട് നമ്മൾ ആ പ്രോബ്ലത്തെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് എന്തായിട്ട്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, റൈറ്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും നോട്ട്സ് എഴുതണം. നമ്മുടെ PDF-നകത്ത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ബട്ട് അത് കുഴപ്പമില്ല, നിങ്ങൾ നോട്ട് എഴുതി തന്നെ പോകണം, ചെക്ക് ചെയ്യും, റൈറ്റ്? അപ്പൊ ഇതെല്ലാം എഴുതി നോക്കുന്നു. ചാറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി ചോദിക്കുക. എന്ത് ചെറിയ കാര്യത്തിലാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അവിടെ നിന്ന് ചോദിക്കുക. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ അതിന്റെ കൂടെ ഒരു ചെറിയ ക്വസ്റ്റിനെ കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഒരു സംഭവം ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്വാഡ്രാറ്റിക് ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? വളരെ സിമ്പിൾ അല്ലേ? ഒരു ചെറിയ ക്വസ്റ്റിനാണ്. ക്വസ്റ്റിൻ എന്ന് പറയാൻ പറ്റത്തില്ലേ? റൈറ്റ്? അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റിൻ ഇവിടെ തന്നെ എഴുതാം. അത്രേ ഉള്ളൂ, അത്ര ചെറിയ ക്വസ്റ്റിനാണ്. എന്താണ്? x² + 5x - 2 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ആണ്. എന്തുകൊണ്ടാ? ax² + bx + c അതിന്റെ ഒരു അതേ ഫോമിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്, അല്ലേ? അതിന് എന്തെങ്കിലും ഒരു എക്സ്പോണന്റ് നെഗറ്റീവ് സൈൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണിത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇനി വേറൊരെണ്ണം കൂടെ ചോദിക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ നോക്കുന്നൂടെ നോക്കണ്ടേ? x raised to -2 + 5x - 2 ഈസ് ഈക്വൽ ടു 0. ഇതാണെങ്കിലോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഒരു നെഗറ്റീവ് ഇന്റിജർ എക്സ്പോണന്റ് ആയിട്ട് വന്നു. അതൊരിക്കലും നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല, റൈറ്റ്? അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇനി ഒരെണ്ണം കൂടെ ചോദിക്കാം നമുക്ക്. x + 2x + 5 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? പറയേ, ചേട്ടൻ പറയേ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? അല്ല. അതെ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഈ ഒരു എക്സ്പ്രഷന്റെ ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആ 1 എന്ന് പറയുന്നത് എന്താണ്?
മോണോമിയൽ ആവും. അങ്ങനെ ഒരു ഇക്വേഷൻ എല്ലാം ഉണ്ടെങ്കിൽ ഒരു മോണോമിയൽ ആയിരിക്കും. അപ്പോൾ ക്വാഡ്രാറ്റിക് ആവണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ആവണം. ഇതിലുള്ള സെക്കൻഡ് ഡിഗ്രി അല്ല, അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. നിങ്ങൾക്ക് അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലത്തെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനും അറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?